ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കോർ ബോർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അത് മാത്രമല്ല ബാംഗ്ലൂരിലും വേക്കൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം കോർ ബോർഡ്, മിനിസ്ട്രി ഓഫ് MSME, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കാണാം. 9/5/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് പ്രൊജക്ട് ഓർ ടെക്നിക്കൽ സ്റ്റാഫിനെയാണ് വിളിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിലാണ്, ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. 2 വർഷത്തേക്കാണ് ഇനിഷ്യലി വിളിച്ചിരിക്കുന്നത്. അത് നമ്മുടെ പെർഫോമൻസിന് അവിടെ റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം. ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി 20/6/2025 ആണ് ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ജൂൺ 20 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 വർഷത്തേക്കാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് വേക്കൻസി എന്ന 2 സെക്ടറിലാണ്. ഒന്ന് നമുക്ക് ഈ പറയുന്ന സെൻട്രൽ കോർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയാണ് ഒരു വേക്കൻസി, ഒരു കാറ്റഗറി വന്നിരിക്കുന്നത്. മറ്റേത് നമുക്ക് ബാംഗ്ലൂരിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഇനിയും പഠിക്കണം താല്പര്യം, അതായത് നിങ്ങൾ ഫെയിലായവരോ അതല്ലെങ്കിൽ തീരെ +2 ഒന്നും ചിലപ്പോൾ നമ്മൾ പഠിക്കാത്തവരായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ അങ്ങനെ പഠിച്ചവരായിരിക്കാം. അപ്പോൾ +2 ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലോ, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും SSLC പഠിക്കണം എന്ന വീട്ടിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 6 മാസം കൊണ്ട് എന്താണ് നമുക്ക് എക്സാം എഴുതാനുള്ള ഒരു സ്കീമുണ്ട്. അതായത് 6 മാസം കൊണ്ട് പഠിച്ച് എക്സാം എഴുതാവുന്നൊരു സ്കീമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് എജുവെല്ലിനാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് 10ാം ക്ലാസ് +2 മാത്രമല്ല ഡിഗ്രി അല്ലെങ്കിൽ PG കോഴ്സുകളായിട്ടുള്ള BA, BCom, BBA, BCA, BSW, BEd, ഇനി PG കോഴ്സായിട്ടുള്ള MA, MCom, MBA, MCA, MSW, MEd തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും പിന്നെ ഈ പറയുന്ന TTC, മോണ്ടിസറി TTC, പ്രീ പ്രൈമറി TTC കോഴ്സുകളൊക്കെ എജുവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യമുണ്ട്. ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, വെറുതെ ഒരു കോഴ്സ് കൊടുക്കുന്നതല്ല. അപ്പോൾ 7306299188 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എജുവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ UGC, PSC, NAC, A ഗ്രേഡ് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG പ്രോഗ്രാംസാണ് അവർ കൊടുക്കുന്നത്. ലോകത്ത് എവിടെ നിന്നും പഠനം സാധ്യമാകുന്ന രീതിയിൽ ലേണിംഗ് ആപ്പ്, ഓൺലൈനായിട്ട് ലേണിംഗ് ആപ്പ് അവർക്കുണ്ട്. അത് മാത്രമല്ല ഓൺലൈൻ വഴി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ എക്സാം എഴുതാനുള്ള സ്കീമും അവർ അല്ലെങ്കിൽ ആ ഒരു സൗകര്യം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഫുൾ ടൈം പേഴ്സണൽ മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പരിചയസമ്പന്നരായ അധ്യാപകരുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അഡ്മിഷൻ എടുക്കുന്നതും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പറാണ് ഞാൻ പറഞ്ഞത്. 7306219188. ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവരോട് കാര്യങ്ങൾ കോഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ അവർ ഉടനെ റിപ്ലൈ തരുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കും ചെയ്യാം. അപ്പോൾ എജുവലിൻ്റെ വാട്സപ്പ് ഡയറക്റ്റ് ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ആലപ്പുഴ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടെക്സ്റ്റൈൽ ടെക്നോളജിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓരോരോ വേക്കൻസികളൊക്കെയാണ് വിചാരിച്ച് നിങ്ങളത് എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ BTech ആണ് വേണ്ടത്. ടെക്സ്റ്റൈൽ ടെക്നോളജി വിത്ത് 2 year എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ടെക്സ്റ്റൈൽ ടെക്നോളജിയുള്ള BTech ആണ് വേണ്ടത്. അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഏതൊക്കെ ഫീൽഡാണ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റൈൽ സ്പിന്നിങ്, അതുപോലെ ടെക്സ്റ്റൈൽ മെഷീൻ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്, ഓക്കെ, ഇങ്ങനെയുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടെക്സ്റ്റൈലോ അല്ലെങ്കിൽ ഹാൻഡ്ലൂം ടെക്നോളജിയിലോ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. 28,000 + HR ആയിരിക്കും നിങ്ങൾക്ക് ഒരു കൺസൾട്ടേറ്റ് പേയ്മെൻറ്റ് 28,000 കിട്ടും. പ്ലസ് അതിൻ്റെ ഒരു HRA നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് പോസ്റ്റ് കോഡാണ് കേട്ടോ. പോസ്റ്റ് കോഡ് നിങ്ങൾ നോക്കണം, അപ്ലൈ ചെയ്യുമ്പോൾ അത് ആവശ്യമാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് ഇതാണ്, നിങ്ങൾക്ക് ഡിസൈൻ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് BTech എന്നാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് CAD മോഡലിംഗ്, അതുപോലെ 2D ഡ്രാഫ്റ്റിംഗ്, AutoCAD, അതുപോലെ സോളിഡ് വർക്ക്സ്, ഇതിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പ്ലസ് നിങ്ങൾക്ക് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 5 years എക്സ്പീരിയൻസ് ആണ്. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ സെയിം എക്സ്പീരിയൻസ് വേണം. 28,000 + HR നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്തത് പോസ്റ്റ് കോഡ് ഇവിടെ കാണാം, ഫിറ്റർ ആണ്, ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ഫിറ്റർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 20,000 + HR ആണ്. ഇനി വെൽഡർ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ITI വെൽഡർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 20,000 + HR ആണ്. ഇനി മെഷീനിസ്റ്റ് ഉണ്ട്. ITI മെഷീനിസ്റ്റ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 20,000 + HR ആണ്. ഇനി ഇലക്ട്രീഷ്യനിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രീഷ്യനിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഒക്കെ സെയിം എമൗണ്ട് ആണ് കേട്ടോ. ഇനി അടുത്തത് പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണ്, ഒരു വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ഡിസൈൻ ആണ്. അത് ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിന്നോ കഴിഞ്ഞതായിരിക്കണം എന്നുള്ളതാണ്. വിത്ത് 2 year എക്സ്പീരിയൻസ് വേണം.
28,000 പ്ലസ് HR ആണ്. ഇതിൻ്റെയൊക്കെ പോസ്റ്റിംഗ് ഡ്യൂറേഷനാണ് 2 വർഷമാണ് കേട്ടോ ഉണ്ടായിരിക്കുക. പിന്നെ അടുത്ത് വരുന്നത് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് BTech ടെക്സ്റ്റൈൽ ടെക്നോളജി കഴിഞ്ഞവർക്കാണ് 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഹാൻഡ്ലൂമിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രൊജക്ട് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് കാണാം അനലിറ്റിക്കൽ കെമിസ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് MSc ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. ഇതിലേക്ക് 28,000 പ്ലസ് HR ആണ്. ഇനി അടുത്തത് പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണ്, പോളിമർ കെമിസ്ട്രി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് MSc പോളിമർ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോ പോളിമർ കെമിസ്ട്രിയോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മൈക്രോബയോളജിയിലോ അല്ലെങ്കിൽ ബയോടെക്നോളജിയിലോ MSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ 28,000 പ്ലസ് HR ആണ് സാലറി ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രൊജക്ട് ഹെൽപ്പർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc മൈക്രോബയോളജിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. 20,000 പ്ലസ് HR ആണ്. അടുത്തത് ട്രെയിനർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ പ്ലസ് അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സ് ഇൻ കോയർ ടെക്നോളജിയിലുള്ള ഡിപ്ലോമ കോഴ്സും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ പ്ലസ് ഈ പറയുന്ന ഡിപ്ലോമയും വേണം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയിലൊക്കെ അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. 20,000 പ്ലസ് HR ഉണ്ട്. ഇതിനടുത്ത് ബോയിലർ ഓപ്പറേറ്റർ ആണ്. ഇതിലേക്കും ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI വിത്ത് ബോയിലർ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വിത്ത് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. 27,000 പ്ലസ് HR ലഭിക്കും. സ്റ്റോർ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ പോളിമർ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈലിലോ അല്ലെങ്കിൽ പോളിമറിലോ അല്ലെങ്കിൽ മെക്കാനിക്കലിലോ നിങ്ങൾക്കുള്ള ജസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റോർ അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റോ കാര്യം വേണ്ട. 27,000 പ്ലസ് HR മതി. ലൈബ്രറിയൻ ഉണ്ട്. MSc ഇൻ ലൈബ്രറി സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ ലൈബ്രറി സയൻസിൽ MSc കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 27,000 പ്ലസ് HR മതി. ഇതിൽ പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ഉണ്ട്. MTech ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് 28,000 പ്ലസ് HR ഉണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി ബാംഗ്ലൂർ ആണ്, കർണാടക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫിറ്റർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഫിറ്ററിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 20,000 പ്ലസ് HR ആണ്. ഇനി വെൽഡറിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വെൽഡറിലേക്ക് വിളിച്ചിട്ടുണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതിനും. അതുപോലെ ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ITI വേണം. 4 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, 20,000 പ്ലസ് HR ആണ്. ലാബ് ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്. MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 28,000 പ്ലസ് HR വേണം. പ്രൊജക്ട് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോളിമർ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആയിരിക്കണം. വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, 28,000 പ്ലസ് HR. അപ്പോൾ ഇത്രയാണ് വേക്കൻസി കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 40 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കണക്കാക്കി നിങ്ങൾക്ക് 40 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45, OBC ആണെങ്കിൽ 43 വയസ്സ് വരെയൊക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ PWD അങ്ങനെയുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാം ഒന്നുമില്ല, ഇൻ്റർവ്യൂയുടെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്യും അവർ പരിശോധിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അവർ ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ആലപ്പുഴയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആലപ്പുഴയിലായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇനി ബാംഗ്ലൂരിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബാംഗ്ലൂരിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഏത് സ്ഥാപനത്തിലേക്കാണോ നമ്മൾ അപേക്ഷിക്കുന്നത് അനുസരിച്ചായിരിക്കും ഇൻ്റർവ്യൂ സ്ഥലം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഇമെയിൽ വഴി നിങ്ങളെ അറിയിക്കും. അവർ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം നിങ്ങൾ. അതുപോലെ വെയിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും പ്രൊജക്റ്റിൽ വേക്കൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും പ്രൊജക്റ്റ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും വേക്കൻസി ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് എടുക്കും. ആ വെയിറ്റ് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമായിരിക്കും എന്നുള്ളതാണ് ആ ഒരു ഇൻ്റർവ്യൂ നടന്നത് മുതൽ കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. ഒരു ഇത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യലാണ്. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ആ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അനുബന്ധം 1 ഒരു അപേക്ഷയുടെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ മറ്റ് ഡോക്യുമെൻറ്റ്സ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് അതെല്ലാം നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് 1-ലധികം പോസ്റ്റിലേക്ക് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഗൂഗിൾ ഫോം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വീഡിയോയുടെ അവസാനത്തേക്ക് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. അപേക്ഷ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ക്ലോസിംഗ് ഡേറ്റ് വീണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ജൂൺ 20 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. ഇനി ഇതിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഡോക്യുമെൻ്റ് എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു CV കൊണ്ടുപോകണം. അതുപോലെ നിങ്ങൾ ഈ പറയുന്ന ഒരു അപേക്ഷ ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യും. ആ ഫില്ല് ചെയ്ത അപേക്ഷ ഫോം ഒറിജിനൽ കൊണ്ടുപോകണം. പിന്നെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, പിന്നെ അതിൻ്റെ 1 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൊണ്ടുപോകണം. ഓക്കെ, പിന്നെ വാലിഡ് ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുപോകണം. ഏതെങ്കിലും ആധാർ കാർഡോ വോട്ടർ ID പാൻ കാർഡോ ഏതെങ്കിലും ഒന്ന് വേണം. പിന്നെ 2 റീസെൻറ്റ് പാസ്പോർട്ട്സ്, ഫോട്ടോഗ്രാഫൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. ഇപ്പം വേണ്ട ആവശ്യമില്ല.
ഇതാണ് ആപ്ലിക്കേഷൻ ഫോർമാറ്റ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോർമാറ്റും അതുപോലെ ഓൺലൈൻ അപേക്ഷയുടെ ലിങ്കൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക, GOCL എജുലാൻഡ്. ഇത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും മതി, GOCL എജുലാൻഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് ജോബ്സ്. ഇവിടെ കേരള ജോബ്സിൽ ഞാനത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം കോയർ ലേറ്റസ്റ്റ് ജോബ്സിലൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ കേരള ജോബ്സിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോയർ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഇതിവിടെ കണ്ടില്ലെങ്കിൽ ഇത് താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 5 പോസ്റ്റ് ഇതിൽ നിൽക്കുള്ളൂ. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ കണ്ടെത്താൻ പറ്റും. ഇനി അതിൽ ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്, അതിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നോക്കാം. പിന്നെ നമ്മുടെ ജോബ് അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, ജോയിൻ ചെയ്തോളൂ ഉടനെ തന്നെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോയർ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് 2025 എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് ഓപ്പൺ ആയി വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ താഴെ വന്ന ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് ഇവിടെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. നോട്ടിഫിക്കേഷനിലാണ് ഈ പറയുന്ന നമ്മുടെ അപേക്ഷാ ഫോമിൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇതുണ്ടോ, ഇതാണ് അപേക്ഷാ ഫോം. ഈ പേജ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. 1 2 പേജാണ് അപേക്ഷാ ഫോമുള്ളത്. ഈ 2 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ നിങ്ങൾ പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മുതൽ അവിടെ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരിക. എക്സ്ട്രാ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ഷീറ്റ് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു A4 യൂസ് ചെയ്താൽ മതി, ഇതിൽ കൊള്ളുന്നില്ല എങ്കിൽ കേട്ടോ. ഓക്കെ, ഇതേപോലെ ബോക്സ് വരച്ച് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാം. ഇന്നതുപോലെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരാം, സീരിയൽ നമ്പർ ഇട്ടിട്ട്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ റിസർച്ച് പേപ്പറോ മറ്റ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ഷീറ്റ് ഉപയോഗിക്കുക. അത് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ ഷീറ്റ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്ത് ചെറിയ സംഭവമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ അതായത് കോയർ ബോർഡിൽ നിങ്ങളുടെ ഡിസ്റ്റൻ്റ് അല്ലെങ്കിൽ നിയർ റിലേറ്റീവ്സ്, അതായത് അകന്ന ബന്ധു അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങളിലൂടെ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഇനി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നോ എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ യെസ് എന്ന് കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂ ഡേറ്റിന് മുന്നേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം അത് ആരാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അവരുടെ പോസ്റ്റ് നെയിം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ നോ മാത്രം കൊടുത്താൽ മതി. ഇനി സെൽഫ് ഡിക്ലറേഷൻ ആണ്, ജസ്റ്റ് നിങ്ങൾ വായിക്കുക. അവിടെ ഡേറ്റ്, പ്ലേസ്, സിഗ്നേച്ചർ, നെയിം ചെയ്ത അത്രയാണ്. ഇത് നമ്മൾ എന്താണ് പാൻ ഉപയോഗിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ മാക്സിമം എന്നാലും അതിൻ്റെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ അധികവും. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സ്കാൻ ചെയ്യണം. ഓക്കെ, ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലിങ്ക് പറഞ്ഞല്ലോ ഓൺലൈനായിട്ട്, ഇവിടെ കാണാം നമുക്ക് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഇത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കാം. ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക്, ഇത് ഗൂഗിൾ ഫോമിലേക്കാണ് വരും. കാണാം എൻഗേജ്മെൻറ്റ് ഓഫ് പ്രോജക്റ്റ് ഓർ ടെക്നിക്കൽ സ്റ്റാഫ് എന്നിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോവുക. അപ്പോൾ ഞാനിതൊന്ന് ഫില്ല് ചെയ്ത് കാണിക്കാം. ഡീറ്റെയിൽസ് കൊടുത്തോടെ നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഏത് പോസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. അത് ഏതാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എന്താണ് ടെക്സ്റ്റൈൽ ടെക്നോളജി ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഫിറ്ററാണ് വിചാരിക്കുക. നമുക്ക് ഏതെങ്കിലും, ഇപ്പോൾ ഞാൻ ടെക്സ്റ്റൈൽ ടെക്നോളജിസ്റ്റ് എടുക്കാം. ഇനി അതുപോലെ പോസ്റ്റ് കോഡ് ഇതിലുണ്ടാവും. ആ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് നോക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലുണ്ടാവും പോസ്റ്റ് കോഡ്. അത് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് പോസ്റ്റ് കോഡ് എന്നുള്ള കോളം. അപ്പം ടെക്സ്റ്റൈൽ ടെക്നോളജി ആകുമ്പോൾ നിൽക്കണം CCRI TT01 ആണ്. CCRI TT01. അപ്പോൾ ഞാനത് ഇവിടെ സെലക്ട് ചെയ്യണം. TT0 CCRI TT01. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്യണം, മാറിപ്പോകരുത്. ദെൻ പോസ്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ആലപ്പുഴയാണോ ബാംഗ്ലൂരാണോ അതാ വേണ്ടി നമ്മളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ആലപ്പുഴ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ, അങ്ങനെ നമ്മളിവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ് മുതലുള്ള നമ്മുടെ +2 ഇനി എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം നിങ്ങളൊരു സിംഗിൾ PDF ആക്കുക. 10 MB വരെ പറ്റും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക, നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അതുപോലെ എക്സ്പീരിയൻസിൻ്റെതും നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം. ഈ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമ്മൾ എന്താ അപ്ലോഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഇതാണ്, ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ അപ്ലിക്കേഷൻ ഫോം സ്കാൻഡ് കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അത് ഈ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അപേക്ഷാ ഫോം നമ്മൾ പ്രിൻ്റ് എടുത്ത് അപ്ലൈ ചെയ്ത് അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ 3 ഡോക്യുമെൻറ്റ്സും ഇവിടെ അപ്ലോഡ് ചെയ്തു. ഇവിടെ നെക്സ്റ്റ് അടിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് അടിക്കുമ്പോൾ അവിടെ ഡിക്ലറേഷൻ കൊടുത്ത് യെസ് അടിച്ച് സബ്മിറ്റ് ചെയ്യാനുള്ളൂ. ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.